ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ടു ഫൺ സീറ്റ്സ് മീ ജൂലിയ. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പുതിയൊരു ടെസ്റ്റ്നെറ്റ് ആയിട്ടാണ്, റോബിൻഹുഡ് ടെസ്റ്റ്നെറ്റ്. ഈ ഒരു ടെസ്റ്റ്നെറ്റ് മറ്റ് ടെസ്റ്റ്നെറ്റുകളെ പോലെ നിസ്സാരമായിട്ട് നിങ്ങൾ കാണരുത്. ബിക്കോസ് നല്ല രീതിയിലുള്ള റിവാർഡ് തരാൻ ചാൻസ് ഉള്ള ഒരു ടെസ്റ്റ്നെറ്റ് ആണ്. ഞാൻ എടുത്തു പറഞ്ഞത് ചാൻസ് ഉള്ള ടെസ്റ്റ്നെറ്റ് തന്നെയാണ്. കാരണം ഉറപ്പല്ല ഞാൻ പറയുന്നത്, റിവാർഡ് കിട്ടും, കിട്ടാതെ ഇരിക്കാം, എങ്ങനെ വേണമെങ്കിലും സംഭവിക്കാം. പക്ഷേ റിവാർഡ് തരികയാണെങ്കിൽ നല്ല രീതിയിലുള്ള റിവാർഡ് തരാനുള്ള ചാൻസ് ഉണ്ട് എന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ എന്താണ് റോബിൻഹുഡ് എന്നുള്ള കാര്യത്തിലേക്ക് കടക്കാം. എനിക്ക് തോന്നുന്നു ക്രിപ്റ്റോയിലും സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ കുറച്ച് പരിചയമുള്ളവർക്ക് എന്താണ് റോബിൻഹുഡ് എന്നുള്ളതൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. എങ്കിലും അറിയാത്ത കുറച്ച് ആൾക്കാരെങ്കിലും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. സോ ഗൈസ്, ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, ഈ ഒരു വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല നോയ്സ് ഉണ്ടായിരിക്കും. ഞാൻ കുറച്ച് ബിസി ആയിട്ടുള്ളൊരു സ്ഥലത്താണ് നിൽക്കുന്നത്, അതുകൊണ്ടാണ് വോയിസ് വരുന്നത്. സോ നിങ്ങളൊന്ന് ക്ഷമിച്ചേക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് റോബിൻഹുഡിനെ കുറിച്ചിട്ടാണ്. റോബിൻഹുഡ് എന്ന് പറയുന്നത് 2013 അമേരിക്കയിൽ സ്റ്റാർട്ട് ചെയ്തൊരു ഫിനാൻഷ്യൽ ടെക്നോളജി കമ്പനിയാണ്. ഏതൊരു സാധാരണക്കാർക്കും സാമ്പത്തിക വിപണിയിലേക്ക് പ്രവേശനം നൽകുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. നമുക്കറിയാം, സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ നോർമലി ബ്രോക്കേഴ്സ് കമ്മീഷൻ എടുക്കും. പക്ഷേ റോബിൻഹുഡ് സീറോ കമ്മീഷൻ മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനെ മാർക്കറ്റിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ വളരെ പോപ്പുലർ ആയിട്ടുണ്ടായിരുന്നു. സോ സ്റ്റോക്സ്, ETFs, ഓപ്ഷൻസ്, ക്രിപ്റ്റോ ട്രേഡിംഗ് മാത്രമല്ലാതെ ബാങ്കിങ് സർവീസസ്, സേവിങ് അക്കൗണ്ട്സ്, ക്രെഡിറ്റ് കാർഡ്സ്, റിട്ടയർമെൻറ്റ് പ്ലാൻസ് പോലുള്ള പല ഈ ഫിനാൻഷ്യൽ സർവീസസും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് ഇതൊരു സിമ്പിൾ ട്രേഡിംഗ് ആപ്പ് അല്ല, ഒരു കംപ്ലീറ്റ് ഫിനാൻഷ്യൽ എക്കോസിസ്റ്റം ആണെന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ ഇപ്പോൾ റോബിൻഹുഡ് ബ്ലോക്ക് ചെയിനിലോട്ട് അല്ലെങ്കിൽ ബ്ലോക്ക് ചെയിൻ വേൾഡിലോട്ട് കടന്നിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ റോബിൻഹുഡ് ചെയിൻ എന്ന ഒരു നേറ്റീവ് ബ്ലോക്ക് ചെയിൻ ഡെവലപ്പ് ചെയ്യാനാണ് അവരുടെ പ്ലാൻ. സോ ഇതിൻ്റെ മെയിൻ ഐഡിയ എന്ന് പറയുന്നത് ട്രഡീഷണൽ സ്റ്റോക്ക് മാർക്കറ്റും ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയും കണക്ട് ചെയ്യുക എന്നത് തന്നെയാണ്. സോ ഇതെന്താണെന്ന് മനസ്സിലാകണമെങ്കിൽ ആദ്യം നമ്മൾ ട്രഡീഷണൽ സ്റ്റോക്ക് മാർക്കറ്റ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കണം. നോർമലി സ്റ്റോക്ക് മാർക്കറ്റ് ഫിക്സഡ് ടൈമിൽ മാത്രമേ ഓപ്പൺ ആകുള്ളൂ. ലൈക്ക് നമ്മുടെ US മാർക്കറ്റ് പോലെ. US മാർക്കറ്റൊക്കെ സ്പെസിഫിക് അവേഴ്സിൽ മാത്രമേ ട്രേഡിംഗ് അലോ ചെയ്യുള്ളൂ. പക്ഷേ ബ്ലോക്ക് ചെയിൻ ബേസ്ഡ് അസറ്റ്സ് 24/7 ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. കാരണം ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്ക് നിരന്തരമായി പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ. അപ്പോൾ അതുകൊണ്ട് റോബിൻഹുഡിൻ്റെ വിഷൻ എന്താണെന്ന് വെച്ചാൽ, സ്റ്റോക്സും ETFസും പോലെ റിയൽ വേൾഡ് അസറ്റ്സ് ബ്ലോക്ക് ചെയിനിൽ ടോക്കണാക്കി 24/7 ട്രേഡിംഗ് പോസിബിൾ ആക്കുക എന്നത് തന്നെയാണ്. അതേപോലെ തന്നെ റോബിൻഹുഡ് ചെയിൻ ഫുള്ളി ഇൻഡിപെൻഡൻറ്റ് ലെയർ 1 അല്ല, പക്ഷേ ആർബിട്രം ഇൻഫ്രാസ്ട്രക്ചർ യൂസ് ചെയ്ത് ബിൽഡ് ചെയ്യുന്ന ഒരു മോഡലാണ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ റോബിൻഹുഡ് ചെയിൻ എതേറിയം എക്കോസിസ്റ്റത്തിൽ തന്നെ വരും. സ്പെസിഫിക്കലി ആർബിട്രം ടെക്നോളജി, അതായത് ലെയർ 2 സ്കെയിലിംഗ് സൊല്യൂഷൻ എന്ന് പറയും, ഇത് യൂസ് ചെയ്യാനാണ് സാധ്യതയുള്ളത്. ഇത് എന്തിനാണ് ഇമ്പോർട്ടൻ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എതേറിയം നെറ്റ്വർക്ക് സെക്യൂർ ആണ്, പക്ഷേ ഫീസ് കൂടുതലാവും. ആർബിട്രം ലെയർ 2 ആയതുകൊണ്ട് തന്നെ ഇവിടെ ട്രാൻസാക്ഷൻ ഫീസ് കുറയുകയും അതേപോലെ തന്നെ സ്പീഡ് കൂടുതലായിട്ട് ആവുകയും ചെയ്യും. എതേറിയം സെക്യൂരിറ്റി ബെനിഫിറ്റ്സും കിട്ടും. അതായത് റോബിൻഹുഡ് കംപ്ലീറ്റ്ലി സീറോയിൽ നിന്ന് ബ്ലോക്ക് ചെയിൻ ബിൽഡ് ചെയ്യുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. പകരം ആർബിട്രം സ്റ്റാക്ക് യൂസ് ചെയ്ത് കസ്റ്റമൈസ്ഡ് ചെയിൻ ബിൽഡ് ചെയ്യാനാണ് അവർ ശ്രമിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ RW കൺസെപ്റ്റ് ആണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്, റിയൽ വേൾഡ് അസറ്റ്സ് ടോക്കണൈസേഷൻ. ഇതെന്താന്ന് വെച്ചാൽ, റിയൽ അസറ്റ്സ് ലൈക്ക് US സ്റ്റോക്സ്, ബോണ്ട്സ്, ഇതൊക്കെ ഡിജിറ്റൽ ടോക്കൺ ആക്കി ബ്ലോക്ക് ചെയിനിൽ റെപ്രസെന്റ് ചെയ്യുന്നു. ഒരു സ്റ്റോക്ക് ഫിസിക്കൽ എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യുന്നതിന് പകരം അതിൻ്റെ ഡിജിറ്റൽ റെപ്രസെൻറ്റേഷൻ ബ്ലോക്ക് ചെയിനിൽ ട്രേഡ് ചെയ്യാം. ഇത് ട്രഡീഷണൽ ഫിനാൻസും അതേപോലെ തന്നെ ഡെഫിയും കണക്ട് ചെയ്യുന്ന ഒരു ബ്രിഡ്ജ് പോലെയാണ് പ്രവർത്തിക്കുന്നത്. ഇത് മനസ്സിലാക്കാൻ ഞാൻ കുറച്ചുകൂടെ സിമ്പിളായിട്ട് ബിനാൻസിൻ്റെ എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. ബിനാൻസിനെ കുറിച്ച് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. ബിനാൻസ് 2017 BNB എന്ന ടോക്കൺ ലോഞ്ച് ചെയ്തപ്പോൾ അത് മെയിൻലി ട്രേഡിംഗ് ഫീ കുറയ്ക്കാൻ വേണ്ടിയിട്ടായിരുന്നു യൂസ് ചെയ്യുന്നത്. ലൈക്ക് ഒരു യൂട്ടിലിറ്റി ടോക്കൺ അങ്ങനെയായിരുന്നു. പിന്നെ 2020 ബിനാൻസ് സ്മാർട്ട് ചെയിൻ ലോഞ്ച് ചെയ്തപ്പോൾ BNB ഗ്യാസ് ഫീ ടോക്കണായി മാറി. ഡെവലപ്പേഴ്സ് അവിടെ ഡീസെൻട്രലൈസ്ഡ് ആപ്സ് ബിൽഡ് ചെയ്യാനായിട്ട് തുടങ്ങി, ഡെഫി പ്രോജക്ട്സ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് തുടങ്ങി, അതേപോലെ തന്നെ NFT പ്രോജക്ട്സ് വരാൻ തുടങ്ങി, എക്കോസിസ്റ്റം വളരാനും തുടങ്ങി. യൂട്ടിലിറ്റി കൂടിയപ്പോൾ ഇതിൻ്റെ ഡിമാൻഡും കൂടി. ഡിമാൻഡ് കൂടിയതോടെ ടോക്കണിൻ്റെ വാല്യൂവും
ബൂസ്റ്റായി. ഇത് ബ്ലോക്ക് ചെയിൻ എക്കോസിസ്റ്റം ഗ്രോത്തിന്റെ ഒരു ക്ലിയർ എക്സാമ്പിൾ ആണ്. അതുപോലെ തന്നെയാണ് റോബിൻഹുഡ് സ്വന്തമായി ചെയിൻ ലോഞ്ച് ചെയ്താൽ അവർക്ക് ഫുൾ കൺട്രോൾ ഉണ്ടാവും. എതേറിയം അല്ലെങ്കിൽ ആർബിട്രം പോലെയുള്ള വേറെ നെറ്റ്വർക്ക്സ് യൂസ് ചെയ്യുന്നതിന് പകരം ഓൺ ബ്ലോക്ക് ചെയിൻ ഉണ്ടായാൽ ട്രാൻസാക്ഷൻ ഫീ കൺട്രോൾ ചെയ്യാം, അതേപോലെ തന്നെ സ്പീഡ് ഓപ്റ്റിമൈസ് ചെയ്യാം, സ്കേലബിലിറ്റി ഇംപ്രൂവ് ചെയ്യാം, ഇങ്ങനെയൊക്കെ. അപ്പോൾ കമ്പനി ലോങ് ടേം വിഷൻ ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് കമ്പനിക്ക് ഈസി ആയിരിക്കും. അതുപോലെ തന്നെ റോബിൻഹുഡ് ചെയിൻ EVM കോമ്പാക്റ്റബിൾ ആയാൽ എതേറിയം ഡെവലപ്പേഴ്സിന് ഈസി ആയിട്ട് അവിടെ ആപ്ലിക്കേഷൻസ് ബിൽഡ് ചെയ്യാനും പറ്റും. അതോടെ ഡെഫി ആപ്സ്, ഇൻവെസ്റ്റ്മെന്റ് പ്ലാറ്റ്ഫോംസ്, ഗെയിമിംഗ് പ്രോജക്ട്സ് പോലുള്ള പല ഇന്നോവേഷൻസും ഇവർ കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇവരുടെ മെയിൻനെറ്റ് ലോഞ്ച് ചെയ്യുന്ന സ്റ്റേജ് ആണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ടെസ്റ്റ്നെറ്റ് എന്ന് പറയുന്ന ഒരു ട്രയൽ ഫേസ് പോലെയാണല്ലോ. അപ്പോൾ മെയിൻനെറ്റ് ലോഞ്ച് ആയാൽ റിയൽ ട്രാൻസാക്ഷൻസ് അവിടെ സ്റ്റാർട്ട് ആവും. അതുപോലെ തന്നെ യൂസേഴ്സ് ആക്റ്റീവ് ആവും, കൂടുതലായിട്ട് ഡെവലപ്പേഴ്സ് ആപ്സ് ബിൽഡ് ചെയ്യാനും തുടങ്ങും. ഇങ്ങനെ എക്കോസിസ്റ്റം ഗ്രാജുവലി ഗ്രോ ചെയ്യാനായിട്ട് തുടങ്ങും. ഇത് സക്സസ് ആയാൽ റോബിൻഹുഡ് ജസ്റ്റ് ഒരു ബ്രോക്കർ അല്ല, ബ്ലോക്ക് ചെയിൻ ബേസ്ഡ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ ആയിട്ട് തന്നെ മാറുന്നതായിരിക്കും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ റോബിൻഹുഡിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ ട്രഡീഷണൽ സ്റ്റോക്ക് ബ്രോക്കറേജ് മോഡലിൽ നിന്ന് ബ്ലോക്ക് ചെയിൻ പവേർഡ് 24/7 ആക്സസിബിൾ ടോക്കണൈസ്ഡ് ഫിനാൻഷ്യൽ എക്കോസിസ്റ്റത്തിലോട്ടൊക്കെ മൂവ് ചെയ്യുക എന്നത് തന്നെയാണ്. ഇത് സക്സസ്ഫുൾ ആയാൽ ഫ്യൂച്ചറിൽ ഫിനാൻസ് സിസ്റ്റം എങ്ങനെ പ്രവർത്തിക്കും എന്നത് തന്നെ മാറ്റിമറിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി റോബിൻഹുഡിൻ്റെ ഫണ്ടിങ് ബാക്ക്ഗ്രൗണ്ട് നോക്കിയാൽ ഇതൊരു സ്മോൾ സ്റ്റാർട്ടപ്പ് അല്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. റോബിൻഹുഡ് പ്രൈവറ്റ് കമ്പനി ആയിരുന്നപ്പോൾ തന്നെ വെഞ്ചർ ക്യാപിറ്റൽ ഫേംസിൽ നിന്ന് ബില്യൺസ് ഓഫ് ഡോളേഴ്സ് ആണ് ഫണ്ടിങ് റേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ CQ ക്യാപിറ്റൽ, ആൻഡ്രേസ് ഹോറോവിറ്റ് പോലുള്ള വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഫേംസ് റോബിൻഹുഡിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ 2021 റോബിൻഹുഡ് IPO ചെയ്ത് പബ്ലിക് കമ്പനിയായി മാറിയത്. IPO വഴി വലിയ ക്യാപിറ്റൽ റേസ് ചെയ്യുകയും അതേപോലെ തന്നെ കമ്പനി സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ആവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് അവരുടെ ഫിനാൻഷ്യൽ സ്ട്രെങ്ത് തന്നെ കൂട്ടാനായിട്ട് സഹായിച്ചിട്ടുണ്ടായിരുന്നു. ഇത് എന്തിനാണ് ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ എന്താണ് ഇതുകൊണ്ടുള്ള ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു കാരണം, ഒരു ബ്ലോക്ക് ചെയിൻ ഡെവലപ്പ് ചെയ്യുക എന്നത് ചീപ്പായ ഒരു കാര്യമേ അല്ല. ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്യണം, ഡെവലപ്പേഴ്സ് ഹയർ ചെയ്യണം, സെക്യൂരിറ്റി സ്ട്രോങ് ആക്കണം, ലീഗൽ കോംപ്ലിക്കൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫോളോ ചെയ്യണം. എസ്പെഷ്യലി US ബേസ്ഡ് ഫിനാൻഷ്യൽ കമ്പനി ആയതുകൊണ്ട് തന്നെ റെഗുലേറ്ററി റിക്വയർമെൻറ്റ്സ് ഒക്കെ വളരെ സ്ട്രിക്റ്റ് ആണ്. സോ ഫണ്ടിങ് സ്ട്രോങ് ആയാൽ മാത്രമേ ഇതുപോലുള്ള ലോങ് ടേം ബ്ലോക്ക് ചെയിൻ വിഷൻ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ബിനാൻസിനെ എടുത്തു വെച്ച് നോക്കിയാൽ തന്നെ നമുക്ക് പറയാം അവരുടെ എക്കോസിസ്റ്റം ഗ്രോ ആയതിന് റീസൺ തന്നെ സ്ട്രോങ് ക്യാപിറ്റൽ സപ്പോർട്ടും ലോങ് ടേം ഡെവലപ്മെൻറ്റും തന്നെയാണ്. അതുപോലെ തന്നെയാണ് റോബിൻഹുഡും. ഓൾറെഡി സ്ട്രോങ് ഫിനാൻഷ്യൽ ബേസ് ഉള്ളതുകൊണ്ട് തന്നെ അവർ ചെയിൻ ലോഞ്ച് ചെയ്താൽ അത് സസ്റ്റെയിൻ ചെയ്യാൻ അവർക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഇത് റാൻഡം എയർ ഡ്രോപ്പ് പ്രോജക്റ്റ് പോലെയല്ല, സ്ട്രോങ് ഫിനാൻഷ്യൽ ബാക്കിംഗ് ഉള്ള ഒരു റെഗുലേറ്റഡ് കമ്പനി തന്നെയാണ്. അതേപോലെ തന്നെ ചില ആൾക്കാർക്ക് ഫണ്ടിങ്ങിൻ്റെ കേസിലുള്ള കുറച്ച് തെറ്റിദ്ധാരണകളുണ്ട്. അതായത് ഫണ്ടിങ് കൂടുതലുള്ള പ്രൊജക്ട്സുകളെല്ലാം വളരെ നല്ലൊരു എയർ ഡ്രോപ്പ് തരും എന്നുള്ള രീതിയിൽ ഉള്ള തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ട്. ശരിക്കും അത് അങ്ങനെയല്ല. നമുക്ക് ഫണ്ടിങ് കൂടുതലുണ്ടെങ്കിൽ അല്ലെ നല്ല ഫണ്ടിങ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ പ്രൊജക്ട്സിൻ്റെ ജെനുവിനിറ്റിയാണ് അവിടെ പ്രൂവ് ചെയ്യുന്നത്. അതായത് ആ പ്രൊജക്റ്റ് 100% ട്രസ്റ്റബിൾ ആണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്, ഫേക്ക് ആകാനും സ്കാം ആകാനുള്ള ചാൻസസ് വളരെ കുറവായിരിക്കും എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഓക്കെ, അപ്പോൾ ഫണ്ടിങ് എന്താണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിനെ കാണേണ്ടത്, നോക്കി കാണേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം ലേണിംഗ് സീരീസിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും. സോ നമുക്ക് ഒരുമിച്ച് തന്നെ ആ ഒരു സമയത്ത് ഇത് എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്കിവിടെ പറയാനുള്ളത്. ഒത്തിരി ഞാൻ പറഞ്ഞു നീട്ടുന്നില്ല. സോ നമുക്ക് നേരെ എങ്ങനെയാണ് ഈ ഒരു പ്രൊജക്റ്റിലേക്ക് എൻ്റർ ചെയ്യുന്നത്, ഈ ഒരു പ്രൊജക്റ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടത്, ഈ ഒരു ടെസ്റ്റ്നെറ്റ് ഫേസ് എങ്ങനെയൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം എന്നുള്ള കാര്യത്തിലേക്ക് തന്നെ കടക്കാം. അപ്പോൾ ഒട്ടും താമസിപ്പിക്കാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സോ ആദ്യം നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്ക് വഴി സൈറ്റിലേക്ക് കയറുക. അപ്പോൾ അത് ഇങ്ങനെ ഇൻ്റർഫേസ് ആയിരിക്കും വരിക. ഇവിടെ നിങ്ങൾ ആദ്യം നിങ്ങളുടെ വാലറ്റ് കണക്ട് ചെയ്യണം. ഞാൻ ഇവിടെ OKX വാലറ്റാണ് കണക്ട് ചെയ്യുന്നത്. നിങ്ങൾ നിങ്ങളുടെ വാലറ്റ് അവിടെ കണക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ വാലറ്റ് കണക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്കിവിടെ ഇത് ചെയ്യാനായിട്ട് ടെസ്റ്റ്നെറ്റ് ടോക്കൺസ് ആവശ്യമായിട്ട് വരും. സോ ടെസ്റ്റ്നെറ്റ് ടോക്കൺ നമുക്കിവിടെ ഫോസത്തിൽ നിന്ന് ക്ലെയിം ചെയ്യണം. സോ ഇവിടെ നിങ്ങൾക്ക് നിങ്ങൾ വാലറ്റ് കണക്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ വാലറ്റ് അഡ്രസ്സ് അവിടെ വരുന്നതായിരിക്കും. നിങ്ങൾ ജസ്റ്റ് സെൻഡ് ടോക്കൺസ് കൊടുത്തിരുന്നാൽ മാത്രം മതി. സെൻഡ് ടോക്കൺസ് കൊടുക്കുമ്പോൾ അവിടെ ഒരു മെയിൽ വെരിഫിക്കേഷനോടെ ചോദിക്കും. നിങ്ങൾ ജസ്റ്റ് അതുകൂടെ കൊടുക്കണം. അതായത് നിങ്ങളുടെ മെയിലിൽ അതിൻ്റെ കൺഫർമേഷനോ മറ്റോ വരും. സോ അതുകൂടെ നിങ്ങൾ ജസ്റ്റ് കൊടുക്കുക. ദെൻ നിങ്ങൾ സെൻഡ് ടോക്കൺസ് കൊടുത്ത് ആ ഒരു ഫോസത്തിൽ നിന്ന് നിങ്ങൾ ടെസ്റ്റ്നെറ്റ് ടോക്കൺസ് ക്ലെയിം ചെയ്യാം.
ഓക്കെ, ഇനി അതുപോലെ തന്നെ ഫോണിൽ യൂസ് ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ റോബിൻഹുഡ് ഒരു വാലറ്റ് ഉണ്ട്. ആ ഒരു വാലറ്റ് തന്നെ നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ദെൻ നിങ്ങൾ ആ ഒരു വാലറ്റ് തന്നെ യൂസ് ചെയ്യുക. കാരണം ഈ ഒരു വാലറ്റ് ത്രൂ യൂസ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ റിവാർഡ് ലഭിക്കും എന്നാണ് എൻ്റെ ഒരു അസംഷൻ. സോ നിങ്ങൾ മൊബൈലിലാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ റോബിൻഹുഡിന്റെ വാലറ്റ് തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ വേറൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. അപ്പോൾ ഈ ടെസ്റ്റ് നെറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ പലർക്കും ഒരു വിചാരമുണ്ട്, ജസ്റ്റ് സ്വാപ്പ് ചെയ്യുക, ബ്രിഡ്ജ് ചെയ്യുക, അല്ലെങ്കിൽ ഡിപ്ലോയ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം ചെയ്തിരുന്നാൽ മതി എന്നുള്ളത് പലരുടെ ഒരു തെറ്റിദ്ധാരണയാണ്. പക്ഷെ അത് ചെയ്യേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, അത് ചെയ്യണം. പക്ഷേ അതിലുപരി നിങ്ങളൊരു റിയൽ കോൺട്രിബ്യൂട്ടർ ആണെന്ന് പ്രൂവ് ചെയ്യുക എന്നതുകൂടെയാണ് നിങ്ങളുടെ മെയിനായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം. കാരണം നിങ്ങളൊരു റിയൽ കോൺട്രിബ്യൂട്ടർ ആണെന്ന് പ്രൊജക്റ്റിന്റെ ടീമിന് മനസ്സിലായാൽ മാത്രമേ നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ടുള്ള റിവാർഡ്സ് ലഭിക്കുകയുള്ളൂ. സോ അതിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ ഞാൻ പറയാം. അപ്പോൾ നമുക്ക് ആദ്യം ഇതിനകത്ത് ബ്രിഡ്ജ് തന്നെ ചെയ്യാം. സോ ബ്രിഡ്ജ് ചെയ്യാനുള്ള സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു സൈറ്റ് വഴി നിങ്ങൾ കയറുക. അപ്പോൾ അതെങ്ങനെ ഇൻ്റർഫേസ് ആയിരിക്കും വരിക. ഇവിടെ നിങ്ങൾ അതിൽ കണക്ട് ചെയ്ത് സെയിം വാലറ്റ് തന്നെ കണക്ട് ചെയ്യുക. നിങ്ങൾ ബ്രിഡ്ജ് ചെയ്യുക. സെബോളിയിൽ നിന്ന് റോബിൻഹുഡിലേക്കാണ് ബ്രിഡ്ജ് ചെയ്യേണ്ടത്. സോ നിങ്ങൾ ജസ്റ്റ് അത് ബ്രിഡ്ജ് ചെയ്യുക. ചെറിയൊരു എമൗണ്ട് കൊടുത്തുകൊണ്ട് നിങ്ങൾ ബ്രിഡ്ജ് ചെയ്യുക. ഇനി നിങ്ങളുടെ സെബോളിയ ഇല്ലെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് സെബോളിയ ക്ലെയിം ചെയ്യാവുന്നതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ റോബിൻഹുഡിൽ നിന്ന് സെബോളിയയിലേക്ക് തിരിച്ച് സ്വാപ്പ് ചെയ്താലും മതി. അങ്ങനെ ആയാലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ബ്രിഡ്ജ് ചെയ്യുമ്പം രണ്ട് രീതിയിലും ചെയ്യാൻ ശ്രമിക്കണം. അതായത് സെബോളിയ ടു റോബിൻഹുഡും തിരിച്ച് റോബിൻഹുഡ് ടു സെബോളിയയും ചെയ്യണം. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഡിപ്ലോയ് കോൺട്രാക്റ്റ് ആണ്. സോ നമുക്ക് അതിൻ്റെ സൈറ്റിലേക്ക് പോവാം. അത് നിങ്ങൾക്ക് ഏതിനകത്ത് വേണമെങ്കിലും ചെയ്യാം. ഞാനിവിടെ റിമിക്സിനകത്താണ് ചെയ്യുന്നത്. അപ്പോൾ റിമിക്സിൽ ചെയ്യുന്നതിൻ്റെ ഒരു ട്യൂട്ടോറിയൽ വീഡിയോ ഞാനിവിടെ കാണിക്കുന്നുണ്ട്. ഞാൻ അതിൽ കാണിക്കുന്നത് പോലെ തന്നെ സെയിം നിങ്ങൾ അവിടെ ഡിപ്ലോയ് ചെയ്യുക കോൺട്രാക്റ്റ്. ആ റിമിക്സിൽ കൊടുത്തിരിക്കുന്ന കോഡുള്ള ഡോക്സിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സോ അത് നിങ്ങൾ യൂസ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക്. സോ ആ ഒരു വീഡിയോ നിങ്ങൾ കൃത്യമായിട്ട് വാച്ച് ചെയ്തിട്ട് നിങ്ങളത് ചെയ്യുക. എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്കഷൻ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ റോബിൻഹുഡ് ചെയിന് സപ്പോർട്ട് ചെയ്യുന്ന തേർഡ് പാർട്ടി ഡാപ്സുകളൊക്കെ ഉണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ്. സോ തേർഡ് പാർട്ടി ആയതുകൊണ്ട് നിങ്ങൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് നിങ്ങൾ നിങ്ങളുടേതായ റിസ്കിൽ വേണം അത് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതൊക്കെ കൂടാതെ നിങ്ങൾ ഏതൊരു ആക്ടിവിറ്റി ഇതിനകത്ത് ചെയ്യുന്ന സമയത്തും നിങ്ങൾ നേരിടുന്ന ബഗ്സ് നിങ്ങൾ ഉറപ്പായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കണം. സോ അവർ റിപ്പോർട്ട് ചെയ്യാനുള്ള അവരുടെ മെയിൽ ഐഡിയും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ ഒരു കോൺടാക്റ്റിൽ വേണം നിങ്ങൾ റിപ്പോർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഏത് തരത്തിലുള്ള ബഗ്ഗും നിങ്ങൾക്ക് അവിടെ റിപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ബഗ്സ് റിപ്പോർട്ട് ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ AI ആപ്സ് ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ലൈക്ക് ജെമിനി, ChatGPT പോലുള്ള AI ആപ്പുകളൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ സഹായത്തോടെ നിങ്ങൾക്ക് ബഗ്സ് റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. ലൈക്ക് എങ്ങനെയാണ് ബഗ്സ് റിപ്പോർട്ട് ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ എന്തൊക്കെ കൊടുക്കണം, എങ്ങനെയാണ് ഇതിനെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ വിവരിക്കുക എന്നൊന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇങ്ങനെയുള്ള ആപ്പുകളുടെ സഹായം തേടുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ബഗ്സ് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ ബഗ്സ് റിപ്പോർട്ട് ചെയ്യുന്നത് മെയിൽ ത്രൂ ആകുമ്പോൾ നല്ല രീതിയിലുള്ള മെയിൽ വേണം നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട്. അതായത് നല്ലൊരു മെയിൽ വേണം നിങ്ങൾ സെൻഡ് ചെയ്യാനായിട്ട്. അപ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആരാണ്, നിങ്ങൾ എന്താണ് ഇതിനകത്ത് കണ്ട ബഗ്സ് എന്നുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് തന്നെ നിങ്ങൾ ആ ഒരു മെയിലിൽ കൊടുത്തിരിക്കണം. അതേപോലെ നിങ്ങളുടെ വാലറ്റ് അഡ്രസ്സ് മസ്റ്റായിട്ടും കൊടുത്തിരിക്കണം. കാരണം എന്താണ്, അല്ലെങ്കിൽ നിങ്ങളൊരു റിയൽ കോൺട്രിബ്യൂട്ടർ ആണെന്ന് ആ ഒരു ടീമിനും തോന്നണം. ഇപ്പോൾ ഒരു മെയിൽ ജസ്റ്റ് എവിടുന്നോ ഒരു മെയിൽ വന്നു കഴിഞ്ഞാൽ ആരാണെന്നോ എന്താണെന്നോ അവർക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളുടെ വാലറ്റ് അഡ്രസ്സ് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സോ അതുവഴി നിങ്ങൾക്ക് റിവാർഡ്സും ലഭിക്കുന്നതായിരിക്കും. സോ അതൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അല്ലാതെ നിങ്ങൾ ചുമ്മാ വെറുതെ ട്രാൻസാക്ഷൻ ചെയ്യുന്നു, ഡെയിലി ഇരുന്ന് സ്വാപ്പ് ചെയ്യുന്നു, ബ്രിഡ്ജ് ചെയ്യുന്നു, ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. നിങ്ങൾ റിയൽ ടെസ്റ്റർ ആണെന്ന് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള റിവാർഡ്സ് കിട്ടുള്ളൂ. അതുപോലെ തന്നെ നിങ്ങളൊരു ബഗ് കണ്ടെത്തുമ്പോൾ ആ ഒരു ബഗ് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഇതെങ്ങനെ ക്യൂർ ചെയ്യാം, എങ്ങനെ ഈ ബഗ് മാറ്റാം എന്നൊരു സജഷൻ നിങ്ങൾക്കുണ്ടെങ്കിൽ ആ ഒരു സജഷനോടെ കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം ഇങ്ങനെ നിങ്ങൾ സജഷൻ കൊടുക്കുമ്പോൾ അത് അവർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവരതുപോലെ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് അതിനനുസരിച്ചുള്ള റിവാർഡ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അത് ഷുവർ ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ ഇതെല്ലാം നിങ്ങൾ വളരെ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഒരു റിയൽ കോൺട്രിബ്യൂട്ടർ ആവാൻ തന്നെ നിങ്ങൾ ശ്രമിക്കണം. ടെസ്റ്റ്നെറ്റിൻ്റെ കേസിൽ അങ്ങനെയാണ്, എല്ലാ ടെസ്റ്റ്നെറ്റിൻ്റെയും കേസിൽ അങ്ങനെയാണ്. അങ്ങനെ തന്നെ ചെയ്താലേ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള റിവാർഡ്സ് ലഭിക്കുകയുള്ളൂ. അതേപോലെ തന്നെ നിങ്ങൾ ഈ തേർഡ് പാർട്ടി ഡാപ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അത് എക്സ്പ്ലോർ ചെയ്യുന്ന സമയത്ത് തേർഡ് പാർട്ടി ഡാപ്സിലാണ് നിങ്ങൾ എറർ കണ്ടെത്തുന്നതെങ്കിൽ അത് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഈ ഒരു ഡാപ്പ് ഏതാണ്, ഇതിൻ്റെ സൈറ്റ് എവിടെ നിന്നാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ റിപ്പോർട്ട് ചെയ്യാവുള്ളൂ. കാരണം ഹൈലി റിസ്ക് ആണ് തേർഡ് പാർട്ടി ഡാപ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ സ്വന്തം റിസ്കിൽ വേണം ചെയ്യാനായിട്ട്. അപ്പോൾ അവരുടെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് ഷെയർ ചെയ്യുന്നത് അല്ലാത്തത് കൊണ്ട് തന്നെ അത്
വ്യക്തമായ ഒരു കാര്യമാണോ എന്നുള്ളത് കൂടെ നിങ്ങൾ സെർച്ച് ചെയ്തതിന് ശേഷം മാത്രമേ ആ ഒരു ഡാപ്സിനെ കുറിച്ച് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യാവൂ. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് നല്ല രീതിയിൽ വേണം ഈ ഒരു ടെസ്റ്റ് നെറ്റിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട്. സോ ഒരു റിയൽ കോൺട്രിബ്യൂട്ടർ ആവുക. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് റിയൽ കോൺട്രിബ്യൂട്ടർ ആവുന്നതിൽ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നതായിരിക്കും. സോ അതിലേക്കൊക്കെ നമുക്ക് കടക്കാം. അപ്പോൾ ഇപ്പോൾ ഈ ഒരു ടെസ്റ്റ് നെറ്റിൽ ഇത്രയും കാര്യങ്ങൾ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇത് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് തന്നെ ശ്രമിക്കണം. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ചൊന്നും ഇതിനകത്ത് പറയാനില്ല. കൂടുതൽ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ടെലഗ്രാമിൽ ഡിസ്കഷൻ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ എന്തുണ്ടെങ്കിലും നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലതായിട്ട് വരെ ബൈ ഗായ്സ്.